എനിക്കൊരു എന്താ ഒരു ലക്കി പേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര പോലും ഞാൻ ഇത് കളയത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വ്ലോഗ് അതാണ്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്നതല്ലേ എല്ലാവരും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, പിന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പം ഞാനും വിചാരിച്ചു നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ബാക്ക് പാക്ക്. ഞാൻ എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകുന്ന ഒരു ബാഗാണിത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്, ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്തതൊന്നുമല്ല. അപ്പം ഇന്ന് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പൊതുവെ പുറത്തോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അധികം നിരപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഈ കള്ളിയിൽ പൊതുവെ ഞാൻ യൂസ് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ടുള്ള സാധനം എപ്പോഴും കിടക്കുന്ന കേട്ടോ, ഞാൻ ഇത് ബാഗിൽ നിന്ന് എടുക്കാറില്ല. ഒന്ന് ലിപ് ബാമാണ്, എപ്പോഴും ഞാനിത് ഈ ബാഗിൽ കൊണ്ടു നടക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതെന്ന് പറയുന്നൊരു ജസ്റ്റ് ഒരു അയണിൻ്റെ പീസാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും പറഞ്ഞില്ല ഈ ബാഗ് കൊണ്ട് പോകും. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ, സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് കയറി വീട്ടിലേക്ക് വരുന്നതെങ്കിൽ, പഴയ കാലത്തെ ആൾക്കാരൊക്കെ പറയുമല്ലോ ഒരു അയണിൻ്റെ പീസ്, ഇരുമ്പ് കഷ്ണം കയ്യിൽ വെക്കണം എന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ എപ്പോഴും ഈ ഒരു കള്ളിയിൽ ഇട്ടേക്കും. കാരണം ഇത് ഇവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും. ഇതിൽ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ബാഗ് കൊണ്ടുപോകുന്നുള്ളത് കൊണ്ട് എപ്പോഴും ഈ കള്ളിയിലെ സാധനം കാണും കേട്ടോ. പിന്നെ അടുത്തത് ഇതിലെപ്പോഴും പെൻ കാണും. പിന്നെ ഇതിപ്പം ഒരു പെൻ ഡ്രൈവാണ്, ഇത് മേടിച്ചിട്ട് കുറച്ചായി, അത് മേടിച്ച് അന്ന് തൊട്ട് ഈ ബാഗിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് ഇതിലുള്ളത്. പിന്നെ ഈ കള്ളിയിലെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു മാസ്ക്, എപ്പോഴും ഒരു മാസ്ക് ഇതിൽ വേണം കേട്ടോ. ഈ മാസ്ക് തന്നെയല്ല, വേറെ മാസ്കാണ്. ഇപ്പം ഞാൻ പുറത്തോട്ട് പോവുകയാണ്, അപ്പം അതിന് മുന്നേ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഒരു മാസ്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ചിലൊരു 3-4 മാസമായിട്ട് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന സാധനമാണ് വാട്ടർ ബോട്ടിൽ. ഇതിൽ വെള്ളവും ഉണ്ട്. അപ്പം ഞാൻ വെള്ളം കൂടി പൊതുവെ കുറവാണ്, അതിന് ചേട്ടാ എനിക്ക് മേടിച്ച് തന്നതാണ്. പുറത്ത് പോകുമ്പോഴും ഇവിടെ ഉള്ളപ്പോഴും എപ്പോഴും ഇതിലാണ് വെള്ളം കൂടി. അപ്പം ഇത് ഒരു ബോട്ടിൽ കാണും. പിന്നെ അടുത്ത സാധനം കുട. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എപ്പോഴും ഈ കുടയും ഈ ബാഗിൽ തന്നെ കാണും. പിന്നെ ഈ കള്ളിയിൽ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പുറത്ത് പോകാമെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ജസ്റ്റ് നമുക്കൊരു കാർഡും പിന്നെ ബാങ്കിൻ്റെ 2 പാസ്ബുക്കുമാണ് ഇതിലുള്ളത്. പിന്നെ പേഴ്സ് കേട്ടോ, ഇതെൻ്റെ മിനി പേഴ്സാണ്. ഇത് സത്യം പറഞ്ഞിട്ട് ഇതൊക്കെ പോയി, പക്ഷെ എന്നാലും ഇതെനിക്കൊരു ഒരു ലക്കി പേഴ്സാണ് കേട്ടോ ഈ ഒരു പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര പോലും ഞാൻ ഇത് കളയത്തില്ല. അപ്പം ഇതും എൻ്റെ ബാഗിൽ എപ്പോഴും കാണും കേട്ടോ. പിന്നെ പേഴ്സിനകത്ത് എന്താ ഉള്ളതെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. പേഴ്സിൽ ജസ്റ്റ് ഒരു ഫോട്ടോയുടെ ഒരു കവറുണ്ട് കേട്ടോ, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു ഇതാണ്. പിന്നെ അല്ലാണ്ട് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. ഇതെപ്പോഴും ഞാനിങ്ങനെ ഇതിൽ വെക്കുന്നതാണ്, കാരണം വേറൊന്നുമല്ല, ഇത് രണ്ടും ഉള്ളു കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇത് വേറൊന്നും കൊണ്ടല്ല പൈസ ഇങ്ങനെ വയ്ക്കുന്നത്, നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു കള്ളിയുണ്ട് കേട്ടോ. ഇതിലാണ് എൻ്റെ കാർഡ്, ATM കാർഡ്, പാൻ കാർഡ്, ആധാർ. അതൊന്നും ഞാൻ പേഴ്സിൽ വെക്കത്തില്ല, കാരണം അത് പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എപ്പോഴായാലും ആവശ്യമുണ്ടെങ്കിൽ ആ പേഴ്സ് എടുക്കണം, പിന്നെ പേഴ്സിൽ നിന്ന് തപ്പിയെടുക്കണം. അതിലും ഭേദം ഈ ഒരു ചെറിയ ഇതിലിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ.
അപ്പോൾ ഇത്രേ ഉള്ളൂ ബാഗിൻ്റെ ഈ 2 മെയിൻ കള്ളിക്കകത്ത്. പിന്നെ ഇവിടെ രണ്ടും ഒന്നുമില്ല, ഈ സൈഡിലും ഒന്നുമില്ല. പിന്നെ ബാക്കിലൊരു ഇതുണ്ട്, നോക്കട്ടെ. ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറ് പോലും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ ബാഗിൽ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇനി നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് ഓഫ് വ്ളോഗ്സാണ് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് മാക്സിമം കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ബൈ.